അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമുക്കിഷ്ടമുള്ളവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കാൻ നമുക്കൊക്കെ താല്പര്യമുള്ളതല്ലേ? എത്ര നേരം വേണമെങ്കിലും നമ്മൾ സംസാരിച്ചിരിക്കും. അതിന് കാലമോ നേരമോ സമയമോ നമുക്കൊരു തടസ്സമാകാറില്ല. നമുക്കിഷ്ടമുള്ളവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ആവുകയും വേണം. എന്നാൽ നമ്മളറിയാത്ത, നമ്മളെക്കാളേറെ നമ്മളോട് അടുത്ത ഒരാളുണ്ട്. നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമ്മുടെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ. ആരാണയാൾ? വരൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരാത്മീയ യാത്ര നടത്താം. ഇത്ര അടുത്തുണ്ടായിട്ടും ആ സാന്നിധ്യത്തെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാറില്ല. സ്നേഹമസൃണമായ ആളോട് നമ്മൾ ഒരിക്കലും തുറന്ന് സംസാരിക്കാറുമില്ല. എന്നെയും നിങ്ങളെയുമൊക്കെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനായ രാജാതിരാജനായ അള്ളാഹുവാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ സർവ്വ സൗകര്യങ്ങളുടെയും സർവ്വ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഒരു മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് നാം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അത്രമേൽ നമ്മളോട് ചേർന്നു നിൽക്കുന്ന, അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സംസാരിക്കാൻ, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ സന്താപങ്ങൾ ഷെയർ ചെയ്യാൻ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ആത്മാർത്ഥമായി നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതല്ല, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക പരാധീനതകൾ വരുമ്പോൾ മാത്രമാണോ നമ്മൾ അള്ളാഹുവിനോട് സംവദിക്കുന്നത്, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹുവിനോട് സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയാവരുത്. സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വേളകളിൽ രണ്ടും ഒരുപോലെ അള്ളാഹുവിനെ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥമായ മുഅ്മിനീങ്ങൾ. സന്തോഷ സമയങ്ങളിലും ദുഃഖ സമയങ്ങളിലും അള്ളാഹുവിനെ സമീപിക്കുന്ന വിഷയത്തിൽ യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവാൻ പാടില്ല. ആവശ്യങ്ങളുടെ നീണ്ട ലിസ്റ്റുകൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നത് മാത്രമാവരുത് നമ്മുടെ ദുആകൾ. ദുആഇന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പ്രശംസിച്ചുകൊണ്ട്, അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടായിരിക്കണം നമ്മുടെ ദുആകൾ തുടങ്ങേണ്ടത്. അങ്ങനെയുള്ള ദുആകളിലൂടെ മെല്ലെ മെല്ലെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു രൂപത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടോ? അള്ളാഹു പരിശുദ്ധമായ സൂറത്തുൽ ളുഹയിൽ പറയുന്നത് പോലെ ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. അള്ളാഹു എനിക്ക് ഈ അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. മനോഹരമായ ശരീരവും അതിൻ്റെ ഘടനകളും അവയവങ്ങളും മറ്റു ഭൗതികമായ സൗകര്യങ്ങളും വിശാലമായ കാര്യങ്ങളും അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടും ആ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴെങ്കിലും ദുആ ചെയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നവരല്ലേ? സൂറത്തുൽ ഫാത്തിഹയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുആ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയാണ് ഏറ്റവും വലിയ ദുആ. അതുകൊണ്ടാണ് പരിശുദ്ധമായ 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാക്കിയത്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമുക്ക് ദുആ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ആകെ 7 ആയത്തുകളുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ 5 ആയത്തുകളും അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങളാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് യാചിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ സൂറത്തുൽ ഫാത്തിഹയിലുള്ളൂ. ബാക്കിയൊക്കെയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിൻ്റെ അപദാനങ്ങളെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുകയാണ്. അതുപോലെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ഈ സൂറത്ത് ഓതാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മാലിക് യൗമിദ്ദീൻ, ഖിയാമത്ത് നാളിൻ്റെ അധിപനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അള്ളാഹുവിൻ്റെ സ്തുതികൾ പാടിപ്പറഞ്ഞ് അള്ളാഹുവിൻ്റെ ശ്രദ്ധയെ നമ്മളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ അള്ളാഹു ചെയ്തു കൊടുക്കുന്നതായ അനുഗ്രഹങ്ങളിൽ ഒരടിമ ശുക്ർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ അള്ളാഹുവിനെ മുഴുവനും നമ്മളിലേക്ക് ആവാഹിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ സ്നേഹങ്ങൾ മുഴുവനും നമ്മൾ കരഗതമാക്കിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ യാചിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ പാതയിൽ ഞങ്ങളെ നീ നയിക്കണം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ദുആ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആവശ്യങ്ങളുടെ കൂമ്പാരവുമായി നീണ്ട ലിസ്റ്റുകളുമായി അള്ളാഹുവിനെ സമീപിക്കുന്നതിന് പകരം ഏറെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുകയും സംസാരിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ നിരത്തുകയും ചെയ്താൽ തീർച്ചയായും ഉത്തരം ചെയ്യപ്പെടും. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, എൻ്റെ അടിമ എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഒരടിമ എന്നോട് ആവശ്യങ്ങൾ നിരത്തി ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഇത്രമേൽ നമ്മളോട് കാരുണ്യത്തോടെ സ്നേഹത്തോടെ വർത്തിക്കുന്ന റബ്ബ്, ആ റബ്ബിനോട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒരൽപ്പം സംസാരിച്ച് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത് അള്ളാഹുവിനോട് സംസാരിക്കാൻ, പ്രാർത്ഥനകളുടെ കരങ്ങൾ ഉയർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ അതിലേക്കുള്ള വെളിച്ചമായി നമ്മുടെ മുമ്പിൽ ഒരു മാതൃക തീർക്കട്ടെ. വാഖിറു ദഅ്വാന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.